ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സാം വൈ പസിൽ മാനിയ എപ്പിസോഡ് 5. അപ്പോൾ ഇതിനു മുമ്പുള്ള 4 എപ്പിസോഡ്സ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എപ്പിസോഡ് 4ന്റെ വീഡിയോയിൽ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കാം. 5 പെർഫെക്റ്റ്ലി റാഷണൽ ഗ്രീഡി പൈറേറ്റ്സ് റാങ്ക്ഡ് A to E with A being the most senior must divide 100 gold coin. അപ്പോൾ കൃത്യമായിട്ട് കടൽ കൊള്ളക്കാരെ കുറിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. 100 ഗോൾഡ് കോയിൻസ് ഈ 5 കടൽ കൊള്ളക്കാരുടെ ഇടയിൽ എന്ത് ചെയ്യണം, വീതിക്കണം. ഓക്കെ, അപ്പൊ എ ആണ് ഇവിടുത്തെ ഏറ്റവും സീനിയർ എന്ന് പറയുന്നത്, അതിന് താഴെയായിട്ട് ബി, താഴെ സി, അതിന് താഴെ ഡി, അതിന് താഴെ ഇ. അപ്പൊ ആ ഒരു ഓർഡറിലാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. സീനിയോറിറ്റിയുടെ ബേസ് ആണ് പറയുന്നത്. ഇനി ദ മോസ്റ്റ് സീനിയർ പൈറേറ്റ് പ്രൊപ്പോസസ് എ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എവ്രി വൺ ഇൻക്ലൂഡിംഗ് ദ പ്രൊപ്പോസർ വോട്ട്. ഓക്കെ, അപ്പോ കൂട്ടത്തിൽ ആരാണോ സീനിയർ ആയിട്ടുള്ളത്, അപ്പൊ 5 ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ എ ആണ് സീനിയർ ആയിട്ടുള്ളത്. അപ്പൊ കൂട്ടത്തിൽ സീനിയർ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും, ഒരു പ്ലാന് പ്രപ്പോസ് ചെയ്യും. ആ പ്ലാന് പ്രപ്പോസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഒരു വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻക്ലൂഡിംഗ് പ്രപ്പോസർ, ആരാണോ പ്രപ്പോസ് ചെയ്തത് അയാൾക്കും കൃത്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ഇഫ് ദ പ്ലാൻ റിസീവ്സ് അറ്റ്ലീസ്റ്റ് 50% അപ്രൂവൽ ഇറ്റ് പാസസ്. ഓക്കെ, 50% ആളെങ്കിലും ആ ഒരു പ്ലാനിനോട് യോജിക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാൻ എന്ത് ചെയ്യും, അപ്രൂവ് ആവും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൊപ്പോസറെ കടലിലേക്ക് വലിച്ചെറിയപ്പെടും. ഓക്കെ, ഇതാണ് അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ ഒരു പ്ലാന് പ്രപ്പോസ് ചെയ്യും. ആ പ്ലാനിന് 50% വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാന് പാസ്സായി കണക്കാക്കും. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ പ്രപ്പോസ് ചെയ്ത സീനിയർ പേഴ്സൺ ആരാണോ അദ്ദേഹത്തെ എന്ത് ചെയ്യും, കടലിലേക്ക് വലിച്ചെറിയപ്പെടും. ഓക്കെ, അപ്പൊ പിന്നെ ബാക്കിയുള്ളതിൽ ആരാണോ സീനിയർ ആ ആളായിരിക്കും പിന്നെ എന്ത് ചെയ്യുക, അടുത്തൊരു പ്രൊപ്പോസലുമായിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നോക്കാം. ഈച്ച് പൈറേറ്റ് സ്ട്രിക്ട്ലി പ്രയോറിറ്റൈസസ് ദെയർ ഓൺ സർവൈവൽ ഫസ്റ്റ്, മാക്സിമൈസിങ് ദെയർ പേഴ്സണൽ ഗോൾ സെക്കൻഡ് ആൻഡ് എലിമിനേറ്റിംഗ് അതേഴ്സ് തേർഡ്. അപ്പൊ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ നോക്കുക. അവരുടെ സർവൈവൽ ആണല്ലേ, നമ്മൾ ജീവിക്കാതിരുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചതുകൊണ്ട് കൃത്യമായിട്ട് നമുക്കൊന്നും നേടാനില്ല. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അവരവരുടെ സർവൈവൽ ആണ് അവർ നോക്കുന്നത്. രണ്ടാമതായിട്ട് അവർക്ക് കിട്ടാനുള്ള ഗോൾഡിന്റെ എണ്ണം മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പുറത്താക്കുക. ഈ 3 കാര്യങ്ങളാണ് അവർ ഓരോരുത്തരെ സംബന്ധിച്ചും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, മേജർലി നോക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ടു സർവൈവ് ആൻഡ് മാക്സിമൈസ് ഹിസ് ഹൗൾ വാട്ട് എക്സാക്ട് സ്പ്ലിറ്റ് ഷുഡ് പൈറേറ്റ് എ പ്രപ്പോസ്. അപ്പൊ പൈറേറ്റ് എക്ക് ഇതിൽ സർവൈവ് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി വിജയിക്കും വേണം. മാക്സിമം ഗോൾഡ് ഇവിടെ എടുത്ത് അല്ലെങ്കിൽ മാക്സിമം ഗോൾഡ് അദ്ദേഹത്തിന് കിട്ടുന്ന രൂപത്തിൽ ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ആ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കും ആ ഒരു പ്ലാന് പ്രപ്പോസ് ചെയ്യാന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ നമുക്കിതിനെ ഒരു റിവേഴ്സ് അപ്രോച്ചിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു കേസ് നമ്മൾ എടുക്കുകയാണ്. അതായത് 4 പേരും പുറത്തായി. 4 പേര് പുറത്താവുക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആരാ ബാക്കി ഉണ്ടാവുക, ഇ ആണ് ബാക്കി ഉണ്ടാവുക. എ മാത്രം ബാക്കി ഉണ്ടാവുക അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എ ആണ് മോസ്റ്റ് സീനിയർ. അപ്പൊ അദ്ദേഹം പ്ലാൻ പ്രപ്പോസ് ചെയ്ത് ആ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആവാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കടലിലേക്ക് എറിയുന്നത്. ദാറ്റ് മീൻസ് ബാക്കി 4 പേരാണ് ഉണ്ടാവുക. പിന്നെ ബി പുറത്താവും, പിന്നെ സി പുറത്താവും, പിന്നെ ഡി പുറത്താവും. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ മാത്രമുള്ള കേസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ജസ്റ്റ് നോക്കുക, ഈ മാത്രമുള്ള കേസ്, ഈ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈക്ക് മാത്രമാണ് ആ ഒരു 100 കോയിൻസും ഉണ്ടാവുക. ഈക്ക് മാത്രമാണ് ആ ഒരു 100 കോയിൻസും കിട്ടുക. ഇനി ഡിയും ഇയും ഉള്ള കേസ് വരാണ്. അതായത് ഇതിന്റെ തൊട്ട് മുമ്പുള്ള കേസ്, ഡി പുറത്തായതിനു ശേഷമാണല്ലോ ഈ മാത്രമായത് അല്ലെ. അപ്പൊ ഇനി തൊട്ട് മുമ്പുള്ള കേസ് ഡി അതുപോലെ തന്നെ ഇ, ഇവർ 2 പേരും ഉള്ള ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഡിയും ഉണ്ട്, അതുപോലെ തന്നെ ഇയും ഉണ്ട്. സീനിയർ ആരാണ്, ഡി ആണ് സീനിയർ. ദാറ്റ് മീൻസ് പ്ലാൻ പ്രൊപ്പോസ് ചെയ്യാനുള്ള അധികാരം അല്ലാന്നുണ്ടെങ്കിൽ പ്ലാൻ പ്രൊപ്പോസ് ചെയ്യേണ്ടത് ആരാണ്, ഡി ആണ്. അപ്പൊ ഡിയും ഇ ഉള്ള സമയത്ത് ഡി എന്ത് പ്ലാൻ ആയിരിക്കും അവിടെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡി പറയും 100 കോയിൻസും എനിക്ക്. അതാണ് ഡിന്റെ പ്ലാൻ. കാരണം എന്താ, ആ ഒരു പ്രൊപ്പോസൽ പാസ് ആവണമെന്നുണ്ടെങ്കിൽ 50% വോട്ട് മാത്രം മതി. അപ്പോ ഡി ആ ഒരു പ്ലാൻ പ്രൊപ്പോസ് ചെയ്ത് ഡി 100 കോയിൻസ് എടുത്താൽ പോലും ഈക്ക് ഇനി അതിനോട് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ഒബ്വിയസ്ലി ആ ഒരു പ്ലാൻ എന്ത് ചെയ്യും, സക്സസ് ആവും. കാരണം എന്താന്ന് വെച്ചാൽ 2 പേരേ ഉള്ളൂ. ഡി മാത്രം വോട്ട് ചെയ്താൽ തന്നെ അവിടെ 50% വോട്ടായി. ദാറ്റ് മീൻസ് ആ ഒരു പ്ലാന് അംഗീകരിക്കപ്പെടും. അപ്പോ ഡിയും ഇയും മാത്രം വരുന്ന ഈ ഒരു കേസിൽ ഒബ്വിയസ്ലി എങ്ങനെയായിരിക്കും കോയിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക, ഡിക്ക് 100 കോയിൻസ്, ഇക്ക് 0 കോയിൻസ്, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തൊരു കേസ് എടുക്കാം. ആരൊക്കെയുണ്ട്, സി വരുന്നുണ്ട്,
ഡി വരുന്നുണ്ട്, അതുപോലെ തന്നെ ആരും വരുന്നുണ്ട്, ഇയും കൂടെ ഉണ്ട്. 3 പേരുണ്ട്. അതായത് ഡിയും ഇയും ഉള്ളതിലേക്ക് നമ്മൾ അതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുൻപേ ഉള്ള കേസ് ആയിട്ടുള്ള സിയും കൂടി ഉള്ള കേസ് എടുത്തു. അപ്പോൾ ഇവിടെ ഇനി ആരായിരിക്കും പ്ലാൻ പ്രൊപ്പോസ് ചെയ്യേണ്ടി വരിക? ഒബ്വിയസ്ലി സി ആയിരിക്കും പ്ലാൻ പ്രൊപ്പോസ് ചെയ്യേണ്ടി വരിക. കാരണം സി ആണ് ഇവിടെ സീനിയർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ സി, അതുപോലെ തന്നെ ഡി, അതുപോലെ തന്നെ ഇ, ഇങ്ങനെ 3 പേരാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ബാക്കിയുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡിയും ഇയും മാത്രമുള്ള കേസിൽ ഇക്ക് 0 കോയിൻ ആണ് കിട്ടുന്നത്. അപ്പൊ സി എന്ത് ചെയ്യും? സി ഇനെ കൺവിൻസ് ചെയ്യും. സി ഇനോട് എന്ത് പറയും? ഞാൻ ഇൻ കേസ് ഈ റൗണ്ട് ഔട്ടായി, അപ്പൊ നീയും ഡിയും മാത്രമേ ബാക്കിയുള്ളൂ, അതായത് ഇയും ഡിയും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു കേസ് വന്നാൽ ഇക്ക് 0 കോയിനെ കിട്ടുള്ളൂ. എന്നാൽ ഞാൻ പറയുന്ന പ്ലാൻ എന്താ? സിക്ക് 99 കോയിൻ കിട്ടും, ഇക്ക് 1 കോയിൻ കിട്ടും. ഇക്ക് 0 കോയിൻ കിട്ടുന്നതാണോ നല്ലത്, ഇക്ക് 1 കോയിൻ കിട്ടുന്നതാണോ നല്ലത്? ഒബ്വിയസ്ലി ഏതാ സെലക്ട് ചെയ്യുക? ഇക്ക് 1 കോയിൻ കിട്ടുന്ന ആ ഒരു പ്ലാൻ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എങ്ങനെ ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ വരിക? സിക്ക് 99 കോയിൻ, ഡിക്ക് 0 കോയിൻ. കാരണം ഡിക്ക് കോയിൻ കൊടുത്തില്ലെങ്കിൽ പോലും, ഈവൻ ഡിന്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും? സിന്റെ പ്ലാൻ അവിടെ അംഗീകരിക്കപ്പെടും. കാരണം എന്താ? സിക്ക് ആര് കൂട്ടിനുണ്ട്? സിക്ക് ഇ കൂട്ടിനുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഈ കൂടുതൽ കോയിന് വേണ്ടി വാശി പിടിക്കില്ലേ? ജസ്റ്റ് ലോജിക്കൽ നോക്കുക. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, സി അവിടെ ഔട്ട് ആയി കഴിഞ്ഞാൽ ഇക്ക് കിട്ടാൻ പോകുന്നത് 0 കോയിൻസ് ആണ്. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു കേസിൽ ഇക്ക് നല്ലത് എന്ന് പറയുന്നത് 1 കോയിനെങ്കിൽ 1 കോയിൻ എന്ത് ചെയ്യാണ്? കിട്ടുന്നതാണ്. സോ സി എന്തായാലും ആ ഒരു പ്ലാനോട് അംഗീകരിക്കും. ദാറ്റ് മീൻസ് 2 പേര് എന്ത് ചെയ്തു? ആ ഒരു പ്ലാനോട് അംഗീകരിച്ചു. ഒരാൾ ഡി മാത്രം ആ ഒരു പ്ലാനിനോട് വിസമ്മതിക്കുള്ളൂ. സ്റ്റിൽ വോട്ട് ഏകദേശം 66.66% ആർക്ക് തന്നെയാണ്? അവിടെ സിക്ക് തന്നെയാണ് കിട്ടുക. സോ ഈ ഒരു പ്ലാൻ എന്ത് ചെയ്യും? അംഗീകരിക്കപ്പെടും. അപ്പോൾ ടോട്ടൽ വോട്ടിന്റെ ഏകദേശം 66.66% ആർക്ക് തന്നെയാണ് കിട്ടുക? സിക്ക് തന്നെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് ആ ഒരു പ്ലാൻ അവിടെ അംഗീകരിക്കപ്പെടും. ഇനി നമ്മൾ ഇതിന്റെ തൊട്ട് മുൻപുള്ള കേസിലോട്ട് വരാം. അവിടെ ആരും കൂടി ഉണ്ടാവും? ബിയും കൂടെ ഉണ്ടാവും. അപ്പോൾ ബി, സി, ഡി, അതുപോലെ തന്നെ ഇ. ഓക്കെ, അപ്പൊ ബിക്ക് കോയിൻസ് വേണം, സിക്ക് കോയിൻസ് വേണം, ഡിക്ക് കോയിൻസ് വേണം. ഓക്കെ, അതുപോലെ തന്നെ ആർക്കും കോയിൻസ് വേണം? ഇക്കും കോയിൻസ് വേണം. അപ്പോ സി നേരത്തെ ഉപയോഗിച്ച അതേ സ്ട്രാറ്റജിയാണ് ബി ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അറിയാം, ഇവിടെ ബി ആണ് ഏറ്റവും സീനിയർ ആയിട്ട് വരുന്നത്. ബി ആണ് ഇവിടെ പ്ലാൻ എന്ത് ചെയ്യേണ്ടത്? പ്രൊപ്പോസ് ചെയ്യേണ്ടത്. അപ്പോ ബി ഇവിടെ ആരെയായിരിക്കും കൺവിൻസ് ചെയ്യുന്നുണ്ടാവുക? നേരത്തെ കേസിൽ ഡിക്ക് എന്താണ്? 0 ആണ്. ബി ആരെ കൺവിൻസ് ചെയ്യും? ബി ഡിനെ കൺവിൻസ് ചെയ്യും. ബി ഡിയോട് പറയും. ബി ഡിയോട് എന്താ പറയാ? ഇൻ കേസ് ഞാൻ ഔട്ടായി കഴിഞ്ഞാൽ, അതായത് ബി ഔട്ടായി കഴിഞ്ഞാൽ അടുത്തൊരു കേസിൽ ഡിക്ക് കിട്ടാൻ പോകുന്ന കോയിൻസ് എന്ന് പറയുന്നത് 0 ആണ്. സോ അതിനേക്കാളും ബെറ്റർ എന്താണ്? ഡിക്ക് 1 കോയിൻ കൊടുക്കുന്നതാണ്. ഡിക്ക് എന്ത് ചെയ്തു? 1 കോയിൻ കൊടുത്തു. ബാക്കിയുള്ള 99 കോയിൻസും ആര് തന്നെ വെച്ചു? ബി തന്നെ വെച്ചു. ഓക്കെ, അപ്പൊ ഡിനെ സംബന്ധിച്ച് അത് ലോജിക്കലാണ്, ബിനെ സംബന്ധിച്ച് അതും ലോജിക്കലാണ്. 2 പേരും ഹാപ്പി. ബാക്കിയുള്ളവർക്ക് 2 പേർക്കും 0 വീതം കോയിൻസ് ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവിടെ സീനെയും ഈനെയും കൺവിൻസ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും വരുന്നില്ല. ഡീനെ മാത്രം കൺവിൻസ് ചെയ്താൽ മതി. കാരണം ബിന്റെ ഒരു വോട്ട്, ഡിന്റെ ഒരു വോട്ട്, 4 പേരിൽ 2 വോട്ട് കിട്ടി. ദാറ്റ് മീൻസ് 50% അവിടെ കവർ ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു പ്ലാൻ എന്ത് ചെയ്യും? അംഗീകരിക്കപ്പെടും. ഇനിയാണ് നമ്മുടെ ഫൈനൽ കേസിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ആൻസറിലോട്ട് നമ്മൾ എത്തുന്നത്. നമുക്ക് എല്ലാവരും വരുന്ന കേസ്, കാരണം നമുക്ക് ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വരുന്ന കേസ്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, അതുപോലെ തന്നെ ഇ വരുന്നുണ്ട്. അപ്പൊ എക്ക്, ബിക്ക്, സിക്ക്, അതുപോലെ തന്നെ ഡിക്ക്, അതുപോലെ തന്നെ ഇക്ക്. എടാ, എ ഇല്ലാത്ത കേസിൽ ആർക്കൊക്കെയാണ് 0 കിട്ടിയിരുന്നത്? സിക്കും അതുപോലെ തന്നെ ഇക്കും. അപ്പോ ഇനി 5 പേരാണുള്ളത്. 5 പേരിൽ ഭൂരിപക്ഷം വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 പേരെങ്കിലും എന്ത് ചെയ്യണം? എക്ക് വോട്ട് ചെയ്യണം. ഒന്ന് എ എന്തായാലും വോട്ട് ചെയ്യും, എക്കൻ എന്തായാലും വോട്ട് ചെയ്യും. ഇനി ബി, സി, ഡി, ഇ ഇതിൽ 2 പേരെന്ത് ചെയ്യണം? എക്ക് വോട്ട് ചെയ്യണം. എ ഒബ്വിയസ്ലി ആരായിരിക്കും കൺവിൻസ് ചെയ്യുന്നുണ്ടാവുക? ഒന്ന് സീനെ കൺവിൻസ് ചെയ്യും, ഒന്ന് ഈനെയും കൺവിൻസ് ചെയ്യും. എന്ത് പറഞ്ഞിട്ടാ കൺവിൻസ് ചെയ്യുക? അവരോട് രണ്ടാളോടും പറയും, ഇൻ കേസ് ഞാൻ ഔട്ടായി കഴിഞ്ഞ് ബി ആണ് അടുത്തൊരു പ്ലാന് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ ബി ഡിക്ക് 1 കോയിൻ കൊടുത്ത് നിങ്ങൾക്ക് 2 പേർക്കും എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അതിലും നല്ലത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും ഓരോ കോയിൻസ് തരാം. അപ്പൊ 0 കിട്ടുന്നതാണോ 1 കിട്ടുന്നതാണോ നല്ലത്? ഒബ്വിയസ്ലി 1 കിട്ടുന്നതാണ് നല്ലത്. സോ എക്ക് അവിടെ 98 കോയിൻസ്, ബിക്ക് 0 കോയിന്,
സിക്ക് 1 കോയിന്, ഡിക്ക് 0 കോയിന്, അതുപോലെ തന്നെ ഇക്ക് 1 കോയിന്. ഓക്കെ, അപ്പോൾ എക്ക് ഏക്കന്റെ വോട്ട് ചെയ്യും, സിയും എക്ക് വോട്ട് ചെയ്യും, അതുപോലെ തന്നെ ഇയും എന്ത് ചെയ്യും, എക്ക് വോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് എക്ക് ഇവിടെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് കിട്ടുന്ന കോയിൻസിന്റെ എണ്ണം മാക്സിമൈസ് ചെയ്യാൻ പറ്റും. 98 കോയിൻസ് എക്ക് കിട്ടും. സിക്ക് 1 ആണ്, ഇക്ക് 1 ആണ്, ബിക്കും അതുപോലെ തന്നെ ഡിക്കും 0 കോയിൻസ് ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഇതാണ് ലോജിക്കലി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ 6ലേക്ക് പോയാലോ? യെസ്. Below is a partial magic square using the numbers 1 to 16. The rows, the columns and diagonals must each total the same sum. Place the final 4 numbers in the appropriate squares. അപ്പോൾ കൃത്യമായിട്ട് ഒരു 4x4 സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മുതൽ 16 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു സ്ക്വയറിൽ നടക്കണം എന്നാണ് പറയുന്നത്. അതൊരു മാജിക് സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഏതൊരു റോ എടുത്താലും കോളം എടുത്താലും അതുപോലെ തന്നെ ഡയഗണൽ എടുത്താലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരേ സം തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 4 ഏരിയയിൽ ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ് വരിക? ഇവിടെ ഏതാ വരിക, ഇവിടെ ഏതാ വരിക, ഇവിടെ ഏതാ വരിക, ഇവിടെ ഏതാ വരിക? ഈ 4 നമ്പേഴ്സ് ഏതായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് തന്നെ പറയാന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹിറ്റ് ആൻഡ് ട്രയൽ ഉപയോഗിച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് നമുക്കറിയാം ഏതൊക്കെ നമ്പേഴ്സ് ആണ് വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നമ്പേഴ്സ് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ആൻസർ ആണോ ചെക്ക് ചെയ്യുക. അതല്ലാതെ നമുക്ക് സ്ട്രക്ചേർഡ് വാല്യൂ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കൃത്യമായിട്ട് എങ്ങനെയാണ് സ്ട്രക്ചേർഡ് വാല്യൂ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്നുള്ളത് അതിന്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പിസോഡ് 6 വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ പസിൽ സിസ്റ്റം ഉള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ എപ്പിസോഡ് 6 നമുക്ക് വീണ്ടും കാണാം. ബൈ.